കേരള NGO യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും സർഗവേദി കലാകായിക സമിതിയുടെയും നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കിയ കേരളം തുടരും മാനവിക കലാജാഥ തൃപ്പയാർ പോളി ജംഗ്ഷനിലും കാഞ്ഞാണി ബസ് സ്റ്റാൻഡിലും പര്യടനം നടത്തി. കണ്ണീരിൻ പെരുമഴയത്ത് നനഞ്ഞില്ലേ മുമ്പിവിടെ കൂരയൊരുക്കാൻ മണ്ണില്ല പാവം മർത്യർ കണ്ണീരിൻ പെരുമഴയത്ത് നനഞ്ഞില്ലേ മണ്ണിൽ കുഴി കുത്തി കഞ്ഞി കുടിപ്പിച്ചവരെ മാറ്റി നിർത്തിയ ജന്മിത്വമേലാളന്മാർ വാണില്ലേ ആണെന്നതെല്ലാരും സമ്മതിക്കൂ. CATU ഭാരവാഹികളായ രജനി ബാബു, MK സദാനന്ദൻ, NGO യൂണിയൻ ഭാരവാഹികളായ RL സിന്ധു, P സുനീഷ്, ഗിരീഷ് KC, അരുൺ MV, റിനേഷ് PN, പ്രജീഷ് ജനൻ, ശ്രീദേവി P, ഹിമ KM, ബിബിൻ KF, ജയചന്ദ്രൻ CP എന്നിവർ സംസാരിച്ചു. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കാണ് ഇത് പൊതുജനത്തിനോട് ഇന്ന് സർക്കാർ എന്ത് തരം ഇടപെടലുകളാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന്. ആ വാക്കിൻ്റെ അവിശ്വാസ്യത കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട്, ഈ കേരളത്തിലെ പൊതുജനങ്ങളോട്, ഇന്നത്തെ കേരളം ഇങ്ങനെ ആയതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച്, ഇന്നത്തെ സർക്കാർ സംവിധാനം എന്തൊക്കെയാണ്, എല്ലാവർക്കും സമസ്ത മേഖലകളിലും ഇടപെട്ടുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് നോക്കൂ, ഇന്ന് 5 ലക്ഷം വീടുകൾ 4 മണിക്ക് ലൈഫ് പദ്ധതി പ്രകാരം 5 ലക്ഷം വീടുകൾ തികഞ്ഞത് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്.